Hello everyone, welcome to Super Tota, your one-stop solution for everything related to online teaching. സോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുവാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ലൂം ആണ്. അപ്പം ലൂം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ടീച്ചേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ഇന്നത്തെ കാലത്ത്. നിങ്ങൾക്കറിയാലോ, ടെക്നിക്കലി നമ്മൾ ഭയങ്കര മുന്നിലാണ്. ടെക്നിക്കൽ സ്കില്ല് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടേക്കുള്ള സ്റ്റുഡൻസിനെ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ. അപ്പം അതില് വൺ ഓഫ് ദ ബെസ്റ്റ് റെക്കോർഡിംഗ് ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം നമ്മളിപ്പം ടീച്ചേഴ്സ് ആണ്, നിങ്ങളിപ്പം സ്കൂളിൽ പഠിപ്പിക്കുന്നവരായിരിക്കും, ഓൺലൈനിൽ ഓഫ്ലൈൻ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നവർ, ട്യൂഷൻ ഒക്കെ എടുക്കുന്നവരായിരിക്കും. അപ്പം നമുക്ക് നമ്മളൊരു സ്റ്റുഡന്റ് നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് പഠിപ്പിച്ചു, അപ്പം അത് സ്റ്റുഡന്റിന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് മാത്രം റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രയർ ആയിട്ട് അവർക്ക് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇതൊന്നും പോരാതെ നമുക്കിപ്പം ഒരു ചെറുതായിട്ട് ഒരു എന്താ ഫൗണ്ടേഷൻ ക്ലാസ് പോലെ, ഇപ്പം ഗ്രാമർ അറിയാത്ത കുട്ടികൾക്ക് ഗ്രാമർ പഠിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു സീരീസ് ഓഫ് ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് ഒക്കെ ബിൽഡ് ചെയ്യണം. അങ്ങനെയുള്ളൊക്കെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ടും വേണ്ടി വരുന്നത് റെക്കോർഡിംഗ് പ്ലാറ്റ്ഫോമുകളാണ് അല്ലെ. അതായത് നമുക്ക് നമ്മളെ സ്ക്രീന് നമ്മൾ എന്താണോ പ്രസന്റ് ചെയ്യുന്നത്, പി പി ടി ആണെങ്കിൽ പി പി ടി, അല്ലെങ്കിൽ പി ഡി എഫോ മെറ്റീരിയൽസോ ടെക്സ്റ്റ് ബുക്സോ വീഡിയോസോ വട്ടവർ എന്താണോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യേണ്ടത്, ആ പ്രസന്റ് ചെയ്യുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യണം, സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റണം. കൂടാതെ നമ്മളുടെ ഒരു ഫേസ് കൂടെ അവിടെ താഴെ, നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ, നമ്മളിപ്പോ ഇപ്പോഴത്തെ വീഡിയോ, നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്, അതേപോലെ തന്നെ നമ്മളുടെ എൻ്റെ മുഖവും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോ കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് സ്ക്രീന് റെക്കോർഡ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ആണ് എന്തെന്ന് പറയുന്നത്, ലൂം എന്ന് പറയുന്നത്. ഒരു ഫ്രീ ടൂൾ ആണ്. നമുക്ക് ഇനഫ് ഒരു 25 വീഡിയോസോളം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയ്ഡ് എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. പക്ഷെ ആ കാര്യം നമുക്ക് ആ ഒരു 25 വീഡിയോ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ലൂം എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൽ എങ്ങനെയാണ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കൂടുതലായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം അതിന് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ലൂം എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് നമ്മളെ ക്രോമിൽ ലൂം എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, LOOM, ലൂം. ലൂമിൽ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു ഫ്ലവറിന്റെ ചിഹ്നമുള്ള ഈ ഒരു ഇതാണ് ലൂമിന്റെ ഇതുണ്ടാവുക. loom.com എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ ലൂമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്, നമ്മളത് ലോഗിൻ ചെയ്യുന്നു. നമ്മളെ ഇമെയിൽ അഡ്രസ്സോ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ അക്കൗണ്ടോ ആപ്പിൾ അക്കൗണ്ടോ ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. വൺസ് നമ്മളത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇപ്പൊ ഓൾറെഡി ഞാൻ എൻ്റെ ലൈബ്രറിയിൽ ഇപ്പൊ 3 വീഡിയോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞതിന് ശേഷം, ഇതിപ്പോ ലോഗിൻ ചെയ്തത് കൊണ്ടാണ് എൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ SK എന്നുള്ള രീതി കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നമ്മളിപ്പോ ചെയ്യുന്നില്ല, നമ്മൾ ഫ്രീ വേർഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എത്ര ഔട്ട് ഓഫ് എത്ര വീഡിയോ, അല്ലെങ്കിൽ എത്ര വീഡിയോ ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറെ ഒരുപാട് നമുക്ക് വേറെ ആളെ ഇൻവൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ പ്രീവിയസ്ലി ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 3 വീഡിയോസ് എൻ്റെ ലൈബ്രറി കിടക്കുന്നുണ്ട്. നമുക്കിനി ഫ്രഷ് ആയിട്ട് ഒരു വീഡിയോ എങ്ങനെ നമുക്ക് സ്ക്രീൻ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ വീഡിയോയും ക്യാപ്ചർ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേയും കൂടെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ന്യൂ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ന്യൂ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ റെക്കോർഡ് എ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും.
ഓക്കെ. അപ്പൊ റെക്കോർഡ് എ വീഡിയോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഒരു 3 to 5 seconds ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത നമ്മളുടെ ക്യാമറ ഒക്കെ സെറ്റ് ആയി വന്ന് ചെയ്യണമല്ലോ. അപ്പൊ അതിനായിട്ട് ചെറിയൊരു ഡിലേ ചിലപ്പോൾ എടുക്കാൻ മതി. അപ്പം അതിനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ അത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീന് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഇതൊക്കെ അലൗ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വൈൽ വിസിറ്റിംഗ് ദ സൈറ്റ് എന്നുള്ള ഇതിൽ തന്നെ കൊടുക്കാം. ക്യാമറ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ക്ലോസ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇവിടെ ക്യാമറ വരുന്നത് കാണും. ഇപ്പൊ ഇവിടെ SK എന്നുള്ള രീതിയിൽ കാണുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ എൻ്റെ ക്യാമറ ഇവിടെ വേറൊരു ഇതില് പർപ്പസിന് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ എനിക്ക് SK എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള വേറെ റെക്കോർഡിംഗ് പ്ലാറ്റ്ഫോമുകളോ ക്യാമറയോ ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ SK എന്നുള്ള ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ്, നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് കാണാത്തത് ഞാൻ ഓൾറെഡി എന്റെ ക്യാമറ നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് കൊണ്ടാണ്. ഓക്കെ. അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് വന്നിട്ടുണ്ട്, ക്യാമറ നിങ്ങളെ വീഡിയോ വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് അവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എന്താണ് അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു സൈഡിലോട്ടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാമറ ഓൾറെഡി ഓഫ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഓഫ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓൺ ആക്കി ഇടണം കേട്ടോ. ഇൻ കേസ് അവിടെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഓൺ ആക്കുക. അതുപോലെ തന്നെ മൈക്രോഫോൺ ഇവിടെ എന്റെ വോയിസ് ഒക്കെ ക്ലിയർ ആണ്, അത് ഓൺ എന്നുള്ള രീതി കാണുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ. സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ള ജസ്റ്റ് ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും, ഈ ഒരു വിൻഡോ എൻറ്റയർലി വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാ എന്നുള്ള വേറൊരു വിൻഡോയിലേക്ക് വേറൊരു പോപ്പപ്പ് ആയിട്ട് വരും. അപ്പൊ അതിൽ നമ്മൾ ഗൂഗിൾ മീറ്റിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വിൻഡോസ് എൻറ്റയർ സ്ക്രീൻ ടാബ് ഉണ്ടായിരിക്കും. നമുക്ക് ഏത് ടാബ് ആണ്, ഏത് വിൻഡോയാണ്, ഇപ്പൊ നമ്മളിപ്പം ഒരുപാട് വിൻഡോസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും വിൻഡോയാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിൻഡോ ജസ്റ്റ് ഇവിടെ എന്താ ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുത്താൽ മതി. അതല്ല നമുക്ക് നമ്മൾ എന്താണോ എൻറ്റയർ സ്ക്രീന് കാണിക്കണം, അതായത് നമ്മൾ എന്താണോ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഒറ്റയടിക്ക് ഫുൾ ആയിട്ട് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൻറ്റയർ സ്ക്രീന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻറ്റയർ സ്ക്രീന് കാണാൻ വേണ്ടി പറ്റും. അതല്ല നമുക്ക് ക്രോം ടാബ്, ഇപ്പം എൻ്റെ ഈ ഒരു ക്രോമിൽ 1 2 3 ക്രോം ടാബ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഈ 3 ക്രോം ടാബ് ഇവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു ക്രോം ടാബിൽ ഏത് ക്രോം ടാബ് ആണോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് അതായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പം ഇവിടെ ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബ് ആണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വിചാരിക്കാം. ഓക്കെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൂം ലൈബ്രറി, ലൂം ഗൂഗിൾ, ഈ ഒരു ക്രോം ടാബ് ആണ് ഞാനിപ്പോ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഷെയർ കൊടുക്കാം. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഷെയർ കൊടുത്തു. ഷെയർ കൊടുത്തപ്പോ കണ്ടോ ഇവിടെ എന്താണ്, ഇവിടെ ഇങ്ങനെ ഒരു ഇതില് ഷെയറിങ്ങിന്റെ ഓപ്ഷനും കാര്യങ്ങളും വന്നു. എന്റെ എന്റെ എന്താ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇവിടെ ഒബ്വിയസ്ലി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, സെറ്റപ്പ് ക്ലിയർ ആയി. ഓക്കെ. നമ്മളിത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇതില് ഒരു ലിമിറ്റേഷൻ എന്നുള്ളത്, നമുക്ക് ഒരുപാട് ഹവേഴ്സിന്റെ ക്ലാസ്സുകളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യലി നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ടീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി ഉള്ള കുറച്ച് വീഡിയോസ് നമുക്ക് 30 35 ആ റേഞ്ചിൽ പോകാൻ പറ്റും. അറൌണ്ട് 45ന്റെ അടുത്തൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഒരു സർട്ടൻ നമ്പർ ഓഫ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോങ് വീഡിയോസ് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു 5 minutes ആ ഒരു ലെവലിലേ നമുക്ക് വീഡിയോസ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അക്കാര്യം ഒന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ. ഇപ്പൊ എന്തായാലും ഞാൻ ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുക്കാം. സോ നമുക്കൊരു ട്രയൽ പോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ എന്ത് ചെയ്യും, ഇപ്പം എന്താണ് എക്സാക്ട്ലി നമ്മളെ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ആയിട്ടുണ്ട്. റെക്കോർഡ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കണ്ടോ. നേരത്തെ ഈ ഒരു ഓപ്ഷൻ റെഡ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 5 minutes ആണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. ഈ 5 minutes ഇതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. 5 minute നമുക്ക് എന്ത് ചെയ്യാം, എൻറ്റയർ വീഡിയോ എന്ത് ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണ് സ്ക്രീൻ ഷെയർ
എന്താണോ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടത് അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സംസാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് നമ്മളെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇത് എൻഡ് ചെയ്യാൻ പോവാണ്, ഈ ഒരു റെക്കോർഡിംഗ് എൻഡ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് എൻഡ് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻ്റയർ വീഡിയോ എന്തായിട്ടുണ്ടായിരിക്കും, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ആ എൻഡ് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് നമുക്ക് എന്താണ്, ജസ്റ്റ് ഇതിന്റെ ഒരു ട്രയൽ നോക്കാൻ വേണ്ടി അവർ തന്നെ റീഡയറക്ട് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മളൊരു എൻഡ് കൊടുക്കുമ്പോൾ തന്നെ അവർ തന്നെ ഒരു ജസ്റ്റ് ഒരു തംബ്നെയിൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം തന്നിട്ടുണ്ടായിരിക്കും. സോ അതല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് 43 സെക്കൻഡ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷന്, അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് നമുക്കിത് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ആയിട്ടുണ്ട്. റെക്കോർഡ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, ഇവിടെ കണ്ടോ, ഇതാ നമ്മളിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിപ്പം വൺസ് അഗെയിൻ ഈ ഒരു റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ട്. നമുക്കത് ക്ലോസ് ചെയ്യാം. നമ്മളിപ്പോ റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കറക്റ്റ് കാര്യം നമുക്ക് ഇവിടെ റെക്കോർഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെ ലൈബ്രറിയിൽ കാണാൻ പറ്റും കേട്ടോ. ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പം റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ നമുക്ക് അവിടെ എന്താ നമ്മളെ ലൈബ്രറിയിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണാം. ഇവിടെ നമുക്ക് ആദ്യം 3 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇവിടെ 4 ആയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. റീസെന്റ് ചെയ്തിട്ടുള്ള അത് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ന്റെ അസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഇനിയിപ്പോ ഇതെങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു 3 ഡോട്ട് കണ്ടോ, ആ 3 ഡോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാനും റീനെയിം ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണം, ഈ ഒരു സെർട്ടൈൻ വീഡിയോന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി കോപ്പി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്പേസിനെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഈ ഒരു സ്പേസ് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. ഷെയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അവർക്കും കൂടെ എഡിറ്റബിൾ ഓപ്ഷൻസ് വരും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ 4 ആൾക്കാർ കണ്ടു, അല്ലെങ്കിൽ ഇവിടെ 65 ആൾക്കാർ കണ്ടു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ലൂമ് കയറിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ എത്ര ആൾക്കാർ കണ്ടു എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഈസിലി നമുക്ക് നമ്മുടെ സ്ക്രീനിനെ ക്യാപ്ചർ ചെയ്യാനും അതുപോലെ തന്നെ അതിനോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ആണ് ലൂം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഗോ ത്രൂ ചെയ്ത് നോക്കണം. നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നോക്കുക. ലാപ്ടോപ്പിലാണ് ഇത് കൂടുതലായിട്ടും ശരിയാവുള്ളൂ. ഫോണിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട്. ബട്ട് നിങ്ങളുടെ അടുത്ത് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള PC എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൂം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഓഡിയോയും വീഡിയോ ഒക്കെ ഒന്ന് നോക്കുക കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോന്ന്. ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് സ്റ്റുഡന്റിന് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം സൈഡിൽ നിങ്ങളുടെ വീഡിയോ കാണും, നിങ്ങളുടെ സ്ക്രീനും കാണുമ്പോൾ കുറച്ചും കൂടെ സ്റ്റുഡന്റിന് നല്ല രീതിയിൽ അത് മനസ്സിലാവാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് ക്ലാരിഫൈ ഒന്നും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും കൂടെ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലോ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫൗണ്ടേഷൻ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കണ്ടന്റ് പബ്ലിഷ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോ ഇതുപോലെയുള്ള ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്ക് സ്ക്രീൻ ഷെയറിങ് എന്തായാലും വേണ്ടി വരും. സ്ക്രീൻ ഷെയറിങ്ങിന്റെ കൂടെ നിങ്ങളെ വീഡിയോ കൂടെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ടൂൾ അല്ലെങ്കിൽ വേറൊരു കൺസെപ്റ്റുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.